സന്തോഷം. ഡോക്ടർ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ GSSനെ സംബന്ധിച്ച് ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. അപ്പോൾ പക്ഷേ ശ്രീജിത്തിനെയും ശ്രീകുട്ടിയുടെയും നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്രതികരിക്കുന്നത് അവരോടുള്ള ഒരു വിരോധമല്ല. പക്ഷേ അവർ ചെയ്യുന്നത് എന്താ പറയുന്നത്, ഈ ആശ്രമത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മയൊക്കെ ന്യായീകരിക്കുകയാണ് അവർ ചെയ്തത്. മാത്രമല്ല, ഈ സമൂഹത്തിലേക്കാണ് അവർ പറയുന്നത്. അപ്പോൾ മറ്റുള്ള വ്യക്തികളെ, വിശ്വാസികളെ പോലും തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു രീതിയിലേക്ക് അവർ കൊണ്ടുപോകുമ്പോൾ അവരോട് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം സമൂഹത്തിന് നല്ലൊരു സന്ദേശമല്ല അവരിൽ കൂടി പകർന്നുള്ളത്. അച്ഛൻ, അമ്മ, മക്കൾ എന്ന് പറയുമ്പോൾ അച്ഛന് വല്ല അസുഖ രോഗമായാലോ, അല്ലെങ്കിൽ പിന്നെ ഡൈവോഴ്സ് ആയാലോ, അല്ലെ മരിച്ചു പോയാലോ, അല്ലെ ഉപേക്ഷിച്ചു പോയോ, ഇതൊക്കെ എന്തെല്ലാം പറഞ്ഞാലും, അതുപോലത്തെ മക്കളായാലും, മക്കൾ ഇപ്പോൾ എന്തെങ്കിലും മോശമായി പെരുമാറി, അല്ലെ നല്ല മക്കളായാലും, ആ ബന്ധത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല. അത് നമുക്ക് പറഞ്ഞു മാറ്റാൻ പറ്റിയ ഇതല്ലല്ലോ. ആ ജീവബന്ധം അവിടെ കിടക്കില്ലേ. അപ്പൊ അങ്ങനെ ഒരു സംസ്കാരം നമ്മളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഗുരുന്ന് അറിഞ്ഞിരിക്കില്ലേ, ഈ അപ്പോൾ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്ന രീതിയിൽ സംസ്കാരം കൊണ്ടുവരുന്നത് സ്വന്തം മകനെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. ശ്രീജിത്താണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്, മറ്റേത് ബയോളജിക്കൽ ഫാദർ. അപ്പൊ ആ തരത്തിലേക്ക് കൊണ്ടുവരും ഈ സംസ്കാരം സമൂഹത്തിൽ കൊടുക്കുമ്പോൾ അവനോട് വീഡിയോ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അത് അവരെ പേഴ്സണലായി ബന്ധമായിട്ടെ, പക്ഷെ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ആശ്രമത്തിലെ എല്ലാ കൊള്ളരുടെയും ഇവർ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അമർരാജ് എന്നെ ഗുരുവാന്ന് സ്ഥാപിച്ചെടുക്കാൻ പറ്റുക. അപ്പൊ നമുക്ക് എങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ കഴിയും? അപ്പൊ അത് ഒരുപാട് സമയം നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ പറയുമ്പോൾ അപ്പം തന്നെ പ്രതികരിക്കാൻ കഴിയില്ല. നമ്മളതിനു വേണ്ടി ഒരുപാട് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതാണ്. അപ്പൊ അവരത് നിർത്തിയില്ലെങ്കിൽ നിർത്തിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ വേണം. നമ്മൾ മറ്റുള്ള കാര്യത്തിൽ ശ്രദ്ധക്കുറവൊന്നും പറ്റാതിരിക്കുക, ഇതിന് ശ്രദ്ധ കൊടുക്കുകയും വേണം. ഈ ഛായാചിത്രം വരച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇപ്പൊ ഇവിടെ ഒറിജിനൽ വെച്ചുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ. ഇപ്പൊ ഗുരുവാൽപ്പനം പറയുന്ന കേട്ടില്ലേ, അവന്റെ അച്ഛൻ ശ്രീജിത്താണെന്ന്. അപ്പോ മറ്റേത് ബയോളജിക്കൽ ഫാദർ, അച്ഛന്റെ അമ്മേനെ കല്യാണം കഴിപ്പിച്ച് അവനാണത്രേ. അപ്പൊ വെറുതെ അമൃതാജൻ പറയുന്നത് ഈ തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രതീക്ഷിക്കാനാ?